നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ 76% പോളിംഗ് സമാധാനപരം. പോളിംഗ് ആരംഭിച്ച് രാവിലെ 7 മണി മുതൽ തന്നെ പല ബൂത്തുകളിലും നീണ്ട ക്യൂ രൂപപ്പെട്ടിരുന്നു. ഉച്ചയോടെ തന്നെ പോളിംഗ് ശതമാനം 50%-ഓടടുത്തിരുന്നു. പോളിംഗ് ശതമാനത്തിന്റെ അന്തിമ കണക്ക് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. SIR-ന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പായതിനാലാണ് പോളിംഗ് ശതമാനം ഉയർന്നു നിൽക്കുന്നതെന്നാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ വിശദീകരണം. മരണമടഞ്ഞവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം അടിസ്ഥാനമാക്കിയുള്ള അവകാശവാദങ്ങൾ അന്തിമ ഫലവുമായി പൊരുത്തപ്പെടുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. ആനന്ദപുരത്തെ 67-ാം നമ്പർ ബൂത്തിൽ വൈകിട്ട് 4:30-യോടെ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് 1 മണിക്കൂറോളം പോളിംഗ് തടസ്സപ്പെട്ടു. പിന്നീട് വോട്ടിംഗ് മെഷീൻ പ്രവർത്തനക്ഷമമാക്കിയതിനെ തുടർന്ന് 6:30-യോടെ പോളിംഗ് പൂർത്തിയാക്കുകയായിരുന്നു. LDF സ്ഥാനാർത്ഥി ഡോക്ടർ ആർ ബിന്ദു തൃശൂർ കേരളവർമ്മ കോളേജിലെ 70-ാം നമ്പർ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് LDF ഭരണം തുടരുമെന്നും ജനങ്ങൾക്ക് വേണ്ടിയാണ് LDF സർക്കാർ പ്രവർത്തിച്ചിരുന്നതെന്നും ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. ഇരിങ്ങാലക്കുടയുടെ സ്വപ്ന പദ്ധതികൾ സാക്ഷാത്കരിക്കാനായത് നേട്ടമാണെന്നും ഇരിങ്ങാലക്കുടയിൽ മികച്ച വിജയം കൈവരിക്കാനാകുമെന്നും ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വളരെ ശുഭവിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. 10 വർഷക്കാലമായിട്ട് വളരെ ജനോപകാരപ്രദമായ നിലയിലാണ് LDFിൻ്റെ ഗവൺമെൻറ് കേരള സംസ്ഥാനത്ത് ഭരണം കൈയാളുന്നത്. സമഗ്രമായ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പുവരുത്തിക്കൊണ്ട് നിരവധി പദ്ധതികളാണ് ഈ കാലയളവിൽ സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വികസന പദ്ധതികളുടെയും ക്ഷേമ പരിപാടികളുടെയും ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ട് ഓരോ വ്യക്തിയും. ആ നിലയിൽ അവർക്ക് ഗവൺമെൻറ്റിനോടുള്ള സ്വീകാര്യത തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതിഫലിക്കും എന്നാണ് കരുതുന്നത്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലാകട്ടെ വലിയ മാറ്റത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും അനുഭവങ്ങൾ നമുക്ക് ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. 50 വർഷത്തിലേറെ കാലമായിട്ട് പറഞ്ഞു മാത്രം പോന്നിരുന്ന ഇരിങ്ങാലക്കുടയുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം ഉണ്ട്. 50 വർഷത്തിലേറെ കാലമായി പറഞ്ഞു വന്നിരുന്നതാണ് ഢാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം. അത് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്, അതായത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. നടപ്പായത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അത് ആധുനിക നഗരത്തിനിണങ്ങുന്ന അതിഗംഭീരമായ ഒരു മുഖച്ഛായ ഇരിങ്ങാലക്കുടയ്ക്ക് നൽകിയിരിക്കുകയാണിപ്പോൾ. അതുപോലെ എല്ലാ മേഖലകളിലും വികസനത്തിൻ്റെ വെളിച്ചം എത്തിക്കാൻ ഈ കാലയളവിൽ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമം ജനങ്ങൾ തിരിച്ചറിയും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ 106-ാം ബൂത്തായ ഇരിങ്ങാലക്കുട ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിലെത്തുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും UDF ഒറ്റക്കെട്ടായാണ് പ്രവർത്തിച്ചത്. ഇത് UDFന് മികച്ച വിജയം സമ്മാനിക്കുമെന്നും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ പൊതുവെ നല്ല വോട്ടിംഗ് ശതമാനമാണ് കാണാൻ കഴിയുന്നത്. ഇരിങ്ങാലക്കുട നിയമമണ്ഡലത്തിലും നല്ല പോളിംഗ് ആണ് ഇതുവരെ കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയാണ് നമ്മുടെ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്.
തന്നെയല്ല ഓരോ ആളുകളുടെയും വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്വം കൂടിയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് തികഞ്ഞ ആത്മവിശ്വാസമാണ് വിജയത്തെ സംബന്ധിച്ചുള്ളത്. തീർച്ചയായിട്ടും ഇരിങ്ങാലക്കുടയിലെ ആളുകൾ നന്നായി എന്നെ അറിയാവുന്ന ആളുകളാണ്. ഐക്യജനാധിപത്യ മുന്നണിയെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ള ആളുകളാണ്. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒട്ടനവധിയാണ്. ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇരിങ്ങാലക്കുടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ BJPക്കെതിരെ അതിശക്തമായ വിധിയെഴുത്ത് ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഇരിങ്ങാലക്കുടയിൽ. അതുകൊണ്ട് തന്നെ ഇരിങ്ങാലക്കുടയിലെ പ്രിയപ്പെട്ട സമ്മതിദാനാവകാശികൾ അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്യാമ്പുകളിലൊക്കെ തന്നെയും വളരെ സജീവമായിരുന്നു. ഇരിങ്ങാലക്കുടയിൽ ഐക്യജനാധിപത്യ മുന്നണി നടത്തിയ എല്ലാ പ്രോഗ്രാമുകളും വൻ വിജയമായിട്ട് തന്നെ പോവുകയുണ്ടായി. ഇരിങ്ങാലക്കുടയിൽ 223 ബൂത്തുകളാണുള്ളത് നിയമമണ്ഡലത്തിൽ. ആ 223 ബൂത്തുകളിലും ഐക്യജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഒറ്റക്കെട്ടായി എണ്ണയിട്ട യന്ത്രങ്ങളെപ്പോലെ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയുണ്ടായി. അവരുടെ നല്ല പരിശ്രമവും ജനങ്ങളുടെ വലിയ നിലയിലുള്ള ആഗ്രഹവും ഐക്യജനാധിപത്യ മുന്നണി വിജയിപ്പിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ 2 തവണയായി നഷ്ടപ്പെട്ട ഐക്യജനാധിപത്യ മുന്നണി വിജയം ഇരിങ്ങാലക്കുടയിൽ പരിപൂർണമായി ഉറപ്പാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. NDA സ്ഥാനാർത്ഥി സന്തോഷ് ചിറാക്കുളം 107 നമ്പർ ബൂത്തായ ഇരിങ്ങാലക്കുട ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ NDAയ്ക്കുണ്ടായ നേട്ടം ഇക്കുറിയും ആവർത്തിക്കുമെന്ന് സന്തോഷ് ചിറാക്കുളം വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. LDF, UDF മുന്നണികളെ മടുത്ത ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടിലാണ് പ്രതീക്ഷയെന്നും സന്തോഷ് ചിറാക്കുളം പറഞ്ഞു. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ഈ പ്രാവശ്യം NDA ജയിക്കുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം ഇവിടെ മാറി മാറി വന്ന LDF, UDF സർക്കാരുകൾക്ക് പിന്തുണ കുറഞ്ഞു, ജനങ്ങളും മടുത്തു. അതുകൊണ്ട് ഇരിങ്ങാലക്കുടയിൽ താമര വിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശുഭപ്രതീക്ഷ. കാരണം നമ്മുടെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സുരേഷന് 59,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് തന്നെയല്ല BJPയുടെ വളർച്ച, NDAയുടെ വളർച്ച, മോദിജിയുടെ വ്യക്തിപ്രഭാവം, ഇതൊക്കെ BJPക്ക് അനുകൂലമായ ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും സുരേഷ് ഗോപി താമര അടയാളത്തിലാണ് മത്സരിച്ചത്. അപ്പോൾ താമരയുമുള്ള ആളുകളുടെ ആ ഇതുണ്ടല്ലോ, വെറുപ്പ് അല്ലെങ്കിൽ ആ വിദ്വേഷം, അതൊക്കെ മാറി എല്ലാവരും, എല്ലാ സമൂഹങ്ങളും, എല്ലാ സമുദായങ്ങളും ഒരുമിച്ച് നിൽക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് പ്രചരണത്തിനിടയിൽ. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ 107 നമ്പർ ബൂത്തായ ഇരിങ്ങാലക്കുട ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന ഭൂരിപക്ഷത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം MP ജാക്സൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ശ്രീ തോമസ് ഉണ്ണിയാടൻ്റെ ഒരു വലിയ തിരിച്ചുവരവിൻ്റെ തിരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതുവരെ ശ്രീ തോമസ് ഉണ്ണിയാടൻ നേടിയ ഭൂരിപക്ഷത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ നിന്നും അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ തിരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ ഈ നാട്ടിലെ ഒരു വോട്ടർമാർക്ക് പോലും സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുകയാണ്. ടീച്ചർ വളരെയേറെ വികസനങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ യഥാർത്ഥ വികസനം ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിർവഹിച്ചിട്ടുള്ള ഒരു MLA ആയിരുന്നു 15 വർഷക്കാലം ശ്രീ തോമസ് ഉണ്ണിയാടൻ എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യമാണ്. രണ്ടാമത് UDF കേരളത്തിൽ സീറ്റുകൾ തൂത്തുവാരുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ഒരു മാറ്റം വേണം. പിണറായി ഇനിയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തുടർന്നുകൂടാ. ഇത്ര ധാർഷ്ട്യവും ധിക്കാരവുമുള്ളൊരു മുഖ്യമന്ത്രി രാജ്യത്തിന് അപമാനമാണ്, രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒട്ടും യോജിച്ചതല്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് ഒട്ടും സംശയമില്ല, ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ശ്രീ തോമസ് ഉണ്ണിയാടൻ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിന് MLA ആയി മെയ് മാസം 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യവും. എല്ലാ ആശംസകളും നേരുന്നു. രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ 119 നമ്പർ ബൂത്തായ ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി.
എല്ലാവരും വോട്ടവകാശം വിനിയോഗിച്ച് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തണമെന്ന് മാർ പോളി കണ്ണുകാടൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരളത്തിലെ എല്ലാ സമ്മതിദായകരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ ഇന്ത്യൻ പൗരത്വം പ്രകടമാകുന്ന വലിയൊരു രംഗമാണ് ഈ വോട്ടവകാശം വിനിയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ആ വോട്ടവകാശം വിനിയോഗിക്കാൻ ആരും മടി കാണിക്കരുത്. ജോലി സ്ഥലത്തുള്ളവർ ജോലിക്ക് ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വരണം. മറ്റിതര സേവനങ്ങൾ ചെയ്യുന്നവർ അതനുസരിച്ച് സമയം കണ്ടെത്തി വരണം. രോഗികളായിട്ടോ അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയുള്ളവരെ കൊണ്ടുവരാൻ അവരുടെ കുടുംബാംഗങ്ങൾ അതിന് താല്പര്യമെടുക്കണം. ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുവരാൻ മറക്കരുത്. ഇവിടെ ബൂത്തിൽ വന്നപ്പോൾ ചിലരൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോ കോപ്പിയൊക്കെ കൊണ്ടുവന്ന് തിരിച്ചു പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒറിജിനൽ ഐഡൻറ്റിറ്റി കാർഡ് കൊണ്ടുവന്ന് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണം. അത് തങ്ങളുടെ പൗരത്വത്തെ തെളിയിക്കുന്ന വലിയൊരു ആവശ്യമാണ്, സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും അത് വിനിയോഗിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറി സോണിയാഗിരി 109 നമ്പർ ബൂത്തായ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലടക്കം സംസ്ഥാനത്ത് UDF വൻ മുന്നേറ്റം നടത്തുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സോണിയാഗിരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഒരു ദുർഭരണത്തിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താവും. അതിന് ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിന് മുൻപുണ്ടായിരുന്ന ഒരു 15 വർഷക്കാലത്തെ ആ ഒരു ജനങ്ങളോടുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്ന ഒരു MLAയുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും ഈ ഒരു കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യും. അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ വിജയിക്കും. കേരളത്തിൽ UDF അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ചലച്ചിത്ര നടൻ ടൊവിനോ തോമസ് 113 നമ്പർ ബൂത്തായ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഇപ്പോൾ താൻ രാഷ്ട്രീയ രംഗത്തേക്കില്ലെന്നും ചലച്ചിത്ര മേഖലയിൽ നല്ല തിരക്കുണ്ടെന്നും ടൊവിനോ തോമസ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. സമ്മതിദാനാവകാശം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല. അത് തീർച്ചയായിട്ടും അതെൻ്റെ അവകാശം, അതുപോലെ തന്നെ എൻ്റെ ഒരു കടമയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഒരു സന്ദേശം തന്നെയാണോ എല്ലാവർക്കും കൊടുക്കുന്നത്? അതെ, തീർച്ചയായിട്ടും ഇത് നമ്മളുടെ അവകാശം, നമ്മുടെ കടമയാണ്. നമ്മളെ ഈ ജനാധിപത്യത്തിനെ സംരക്ഷിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ്. നമ്മൾ ഈ വോട്ട് ചെയ്യുന്ന നമ്മൾക്ക് തന്നെയാണല്ലോ അത് സംരക്ഷിക്കേണ്ടത്. അതിന് താല്പര്യവും അതിനുള്ള പ്രാപ്തിയുമുള്ള ആൾക്കാർ അതിന് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. അവരതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് തയ്യാറായിട്ട് സിനിമ മാറ്റിവെച്ച് ഇറങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം മാറ്റിവെച്ച് ഇറങ്ങുമ്പോൾ അത് ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും. രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയുമെന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ അവർക്ക് അത് അവരുടെ പ്രവർത്തനം അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇലക്ഷന് ജയിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ആളുകൾക്ക് അവരോടുള്ള താല്പര്യവും അവരുടെ സംസാരത്തിൽ നിന്ന് തോന്നിയിട്ടുള്ള അവരോടുള്ള എന്താ പറയുക ഒരു മതിപ്പും വെച്ചിട്ടായിരിക്കാം. പക്ഷേ രാഷ്ട്രീയത്തിൽ ശോഭിക്കുന്നത് പ്രവർത്തനം വെച്ചിട്ട് തന്നെയായിരിക്കും. ഇത് പറയാനായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രവാചകനാണ് ഞാനെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഞാൻ വന്ന എല്ലാ കൊല്ലം പറഞ്ഞത്. ഇത് ആളുകളുടെ വോട്ടിംഗ് അനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ പോലെ. എല്ലാം എന്തിനാണ് നേരത്തെ അറിയണം, അതിന് സമയത്തിന് അറിയാമല്ലോ. ഏത് മുന്നേറ്റമാണെങ്കിലും നമ്മളുടെ ഗവൺമെൻറ്റല്ലേ, ആര് വന്നാലും നന്നായിട്ട് തന്നെ കേരളം ഭരിക്കണമെന്നുള്ളത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. CPIM ജില്ലാ കമ്മിറ്റി അംഗം ഉല്ലാസ് കളക്കാട്ട് 103 നമ്പർ ബൂത്തായ ഇരിങ്ങാലക്കുട SN ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് LDF സർക്കാർ തുടരുന്ന ജനവിധിയാണ് ഉണ്ടാകുകയെന്ന് ഉല്ലാസ് കളക്കാട്ട് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിനകത്ത് നല്ല പോളിംഗാണ് നിലവിലുള്ളത്. ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത മുഴുവൻ വോട്ടർമാരെയും പങ്കെടുക്കാൻ നിൽക്കുന്നവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ജനവിധിയായിരിക്കും. എന്ന പോലെ തന്നെ ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിൽ ബിന്ദു ടീച്ചർ തുടങ്ങി വെച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നടത്തിയിട്ടുള്ള ക്ഷേമകരവും വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് മാറുക. കേരളത്തിൽ ഇടതുപക്ഷ
ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്തിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതിനെല്ലാം ഒരു അംഗീകാരമായിരിക്കും തീർച്ചയായും ഈ ജനവിധി. ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ചും അതേപോലെ തന്നെയാണ്. ഇരിഞ്ഞാലക്കുടയെ സംബന്ധിച്ച് കഴിഞ്ഞ 10 വർഷക്കാലമായി ഇതിനു മുമ്പ് ഇരിഞ്ഞാലക്കുട കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ബിന്ദു ടീച്ചറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷം ഇവിടെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും അതിനുള്ളൊരു അംഗീകാരം ഈ വിധിയെഴുത്തിൽ ഇരിഞ്ഞാലക്കുടയിൽ കാണാൻ വേണ്ടി കഴിയും. നല്ല ഭൂരിപക്ഷത്തിൽ, കഴിഞ്ഞ തവണത്തേക്കാളും ഭൂരിപക്ഷത്തിൽ ബിന്ദു ടീച്ചർ ഇരിഞ്ഞാലക്കുടയിൽ വിജയിക്കും. CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KR വിജയ 102 നമ്പർ ബൂത്തായ ഇരിങ്ങാലക്കുട SN ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഡോക്ടർ R ബിന്ദു ഇരിങ്ങാലക്കുടയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാകും ജനവിധിയെന്ന് അഡ്വക്കേറ്റ് KR വിജയ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വളരെ ആവേശകരമായിട്ട് വോട്ട് ചെയ്യാൻ വരുന്ന ജനാധിപത്യ പ്രക്രിയ പുഷ്കലമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് വികസനത്തിനും അതുപോലെ തന്നെ ക്ഷേമപ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരമായിട്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3.0 ലോഡിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നല്ല വിജയം തന്നെയാണ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലും. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ ബിന്ദു ടീച്ചറല്ലാതെ വേറൊരാളും അത്രയും വലിയ വികസന പ്രവർത്തനങ്ങളാണ് ടീച്ചർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതുപോലെ എല്ലാവരും ടീച്ചർക്ക് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ള ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിൽ ടീച്ചർക്ക് ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തോടുകൂടി, കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി ടീച്ചർ ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലേറും. ഒക്കെ വലിയ ശുഭപ്രതീക്ഷയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരും എല്ലാവരും. ചലച്ചിത്ര നടൻ ഇന്നസെന്റ് സോണറ്റ് 122 നമ്പർ ബൂത്തായ ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഞാനിപ്പോൾ കോഴിക്കോടായിരുന്നു. കാലത്ത് വോട്ട് ചെയ്യാനിപ്പോൾ എത്തിയുള്ളൂ. ഒരുപാട് സന്തോഷം. എല്ലാവരും വോട്ട് ചെയ്യാൻ വരിക, അത് നമ്മുടെ ഒരു അവകാശമാണ്. എല്ലാവരും തീർച്ചയായിട്ടും എല്ലാവരും വോട്ട് ചെയ്യുന്നത്. ചലച്ചിത്ര നടൻ ഇടവേള ബാബു 112 നമ്പർ ബൂത്തായ ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. അപ്പം അങ്ങനെ വോട്ട് ചെയ്തു. ഇതുവരെ ഒരു തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാതിരുന്നിട്ടില്ല. നമ്മുടെ ഒരു അവകാശമായിട്ട് തന്നെ അതിനെ കരുതുന്നു. പിന്നെ ഏറെ സന്തോഷം. ഞാൻ 1 തൊട്ട് 4 വരെ പഠിച്ച സ്കൂളാണ്, എൻ്റെ അമ്മ പഠിപ്പിച്ച സ്കൂളാണ്. അപ്പോൾ ഇവിടെ തന്നെ വോട്ട് ചെയ്യാൻ ചെന്ന് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഏതായാലും എല്ലാവരും വോട്ട് അവകാശം ഉപയോഗിക്കുക. നമുക്ക് 5 കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്നൊരു അവസരമാണ്. അത് വിനിയോഗിക്കാതിരിക്കുക. സന്തോഷം. വേളൂക്കര പഞ്ചായത്തിലെ ഐക്കരക്കുന്നിലുണ്ടായ സംഘർഷത്തിൽ BJP മണ്ഡലം കമ്മിറ്റി അംഗത്തിന് കുത്തേറ്റു. നടവരമ്പ് കളത്തേരി വീട്ടിൽ സുരേഷിനാണ് കുത്തേറ്റത്. BJP ബൂത്ത് കമ്മിറ്റി ഓഫീസിലെത്തിയ സുരേഷിനെ നിരവധി കേസുകളിൽ പ്രതിയുമടക്കമുള്ള സംഘം ആക്രമിക്കുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റ സുരേഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ BJP ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലം കമ്മിറ്റി യോഗം പ്രതിഷേധിച്ചു. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംഭവവുമായി ബന്ധപ്പെട്ട പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന.
ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.